ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു കാറ്റ് 6 കേബിളിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഒരു സ്ട്രൈറ്റ് ത്രൂ കേബിളായിട്ട് ക്രിം ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എങ്ങനെ ഒരു നെറ്റ്വർക്ക് കേബിൾ ക്രിം ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് കേബിളിൻ്റെ സ്ലീവ് കളയാം. ഫ്രണ്ട്സ്, ഇതിൽ മൊത്തം 4 പെയർ കേബിളുണ്ട്. 4ഉം ഓറഞ്ച് വൈറ്റ്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ്, ബ്രൗൺ വൈറ്റ്. നമ്മൾ സ്ട്രൈറ്റ് ത്രോ കേബിൾ ഒരു സ്വിച്ചിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് കണക്ഷൻ കൊടുക്കുന്ന കേബിളിൻ്റെ ഉള്ള കളർ കോഡ് ഉപയോഗിച്ചാണ് ഞാനിന്നിവിടെ ഈ പിന്ന് വന്ന് ക്രിം ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ഈ നൈലോണിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. സെൻറ്ററിൽ വരുന്ന ഈ കേബിൾ ഡിവൈഡറിനെ നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ 4 കേബിളിനെ ഇപ്പോൾ ട്വിസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റഡി ആക്കി എടുക്കാം. ഇങ്ങനെ ഓരോ കേബിളായിട്ട് നമുക്ക് സ്റ്റഡി ആക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ കേബിളിനും സ്റ്റഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ട്രൈറ്റ് ത്രോ കേബിളിൻ്റെ കളർ കോഡ് അനുസരിച്ച് നമുക്ക് കേബിൾ അലൈൻ ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ഓറഞ്ച് വൈറ്റ്, രണ്ടാമത് ഓറഞ്ച് വൈറ്റ്, മൂന്നാമതായിട്ട് ഗ്രീൻ വൈറ്റ്, നാലാമതായിട്ട് ബ്ലൂ. ഈ വിരൽ ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുക, കേബിൾ മാറാത്ത ലെവലിൽ പിടിക്കുക. അപ്പോൾ നമ്മൾ ഓറഞ്ച് ഗ്രീൻ വൈറ്റ് ബ്ലൂ. അടുത്ത് ബ്ലൂ വൈറ്റ്, അടുത്ത് ഗ്രീൻ, അടുത്ത് ബ്രൗൺ വൈറ്റ്, പിന്നെ ബ്രൗൺ. നോക്കൂ ഫ്രണ്ട്സ്, കളർ കോഡ് ഒന്ന് നോക്കൂ. ഓറഞ്ച്, ഗ്രീൻ വൈറ്റ്, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇതാണ് കളർ കോഡ്, സ്ട്രൈറ്റ് ത്രോയുടെ കളർ കോഡ്. സ്ട്രൈറ്റ് ത്രോ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചിൽ നിന്നും കമ്പ്യൂട്ടറിലോട്ട് കണക്ഷൻ കൊടുക്കുന്ന കേബിൾ. ഡയറക്റ്റ് 2 കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും സെയിം കേബിളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതേപോലെ കളർ കോഡിങ് വന്ന് വ്യത്യാസമുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ കേബിൾസിനെ നല്ല കറക്റ്റ് ലെവലിൽ വന്നിട്ട് ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് RJ45 കണക്ടർ എന്ന് പറയും. ഈ കണക്ടറിനകത്തോട്ട് നമ്മുടെ ഈ വിരലിൻ്റെ പിടി വിടാതെ തന്നെ ഈ കണക്ടറിനകത്തോട്ട് പതുക്കെ അങ്ങോട്ട് വെച്ച് തള്ളുക. കേബിള് കറക്റ്റായിട്ട് ജാക്കിലായിട്ടുണ്ട്. നമ്മൾ ഈ എൻഡിൽ നോക്കിയാലും അറിയാൻ പറ്റില്ല, 4 പെയർ കേബിൾ ഇവിടെ ടച്ച് ആയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇപ്പം നമ്മൾ ഈ സ്ലീവ് ജാക്കിനകത്ത് കയറി വരണം, അപ്പോഴേ സ്ട്രോങ് ആയിട്ട് പിന്നിരിക്കുകയുള്ളൂ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ക്രിമ്പിംഗ് ടൂളിൽ 8 പിന്നിൻ്റെ സോക്കറ്റിലോട്ട് ഈ കണക്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കാറ്റ് 6 കേബിൾ വന്നിട്ട് ക്രിമ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, കണക്ടർ ക്രിമ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കേബിളിന് 2 വശത്തും ജാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ക്രിം ചെയ്ത ഈ കേബിൾ വന്ന് കറക്റ്റായിട്ട് ക്രിം ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനൊരു ഡിവൈസ് ഉണ്ട്. ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക് കേബിൾ ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. ഇതിൽ വെച്ച് 2 എൻഡ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെയർ കംപ്ലൈൻ്റ് ആണോ, ക്രിം ചെയ്തതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് കറക്റ്റായി നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു എൻഡ് ഞാൻ ഈ സോക്കറ്റിൽ കൊടുക്കുകയാണ്, മറു എൻഡ് അടുത്ത സോക്കറ്റിൽ കൊടുത്തതിന് ശേഷം
ജസ്റ്റ് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ 1 2 3 4 ഇങ്ങനെ 8 കളർ കറക്റ്റായിട്ട് 2 സൈഡും വർക്കാകുന്നു. ഇപ്പോൾ കേബിൾ കണക്ഷൻ വളരെ നന്നായിട്ട് തന്നെയുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പെയറെല്ലാം കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു നെറ്റ്വർക്ക് കേബിൾ ക്രിം ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.